അടുത്തതായി ശ്രീ ഷിബു സാർ, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. യോഗ അധ്യക്ഷ, മോസ്റ്റ് റെസ്പെക്റ്റഡ് ഡിസ്ട്രിക്ട് കളക്ടർ, ഉദ്ഘാടകൻ സുരേഷ് സാർ, സ്പോർട്സ് കൗൺസിലിൻ്റെ എമിനന്റ് മെമ്പേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട സദസ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ഇൻ ദ ഡിസ്ട്രിക്ട് എന്ന ലെവലിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. പക്ഷേ ആ വേദിയല്ല ഇത്. പക്ഷെ എനിക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം അതിൻ്റെ പല ഭാഗങ്ങളും തൊട്ട് ഇവിടെ ഇതിനു മുമ്പ് സംസാരിച്ചവർ നിങ്ങളോട് പറഞ്ഞു പോയി. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോൾ ഈ ക്യാമ്പയിൻ ഇവിടെ രൂപീകരിക്കുന്നതിന് ചില ഇൻസിഡന്റുകൾ ഉണ്ടായി എന്നത് സത്യം തന്നെയാണ്. ഒരുപാട് പേരുടെ ജീവൻ പൊലിഞ്ഞുപോയി. ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് കുറച്ചുപേരുടെ ജീവൻ പൊലിഞ്ഞുപോയി. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അടിയന്തരമായി ഇങ്ങനെ പല ക്യാമ്പയിനുകളും പലതും കൂടുന്നതും നമ്മൾ ബോധവൽക്കരണങ്ങൾ നടത്തുന്നത്. പക്ഷെ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുന്നതിന് കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞങ്ങളത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഒരു കിണറ്റിനകത്ത് നമ്മുടെ കുറേ കുട്ടികൾ വീണ് കിടക്കുകയാണ്. നമ്മൾ അവർക്ക് കൈ കൊടുക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ ആ വീണ് കിടക്കുന്ന സമയത്ത് വീഴുന്നതിന് മുമ്പ് ഞങ്ങൾ കൈ കൊടുത്തിരുന്നു. പക്ഷെ ഞങ്ങൾ ഒറ്റയ്ക്ക് കൈ കൊടുത്തിരുന്നു. അന്ന് എക്സൈസുകാരും പോലീസുകാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾക്ക് കൊടുക്കുന്നതിന് ഒരു പരിധി ഉണ്ടായിരുന്നു. കാരണം അവർ ഒരുപാട് പേരാണ് ആ കിണറ്റിനകത്ത് നിന്ന് ഞങ്ങളെ താഴോട്ട് വലിക്കുന്നത്. പക്ഷെ ഞങ്ങൾ അവരെ വലിച്ചു കയറ്റാനുള്ള ഞങ്ങൾ വളരെ ശുഷ്കരാണ്. വളരെ കുറച്ച് പേര് മാത്രമാണ്. പക്ഷെ ഇന്ന് കിണറ്റിന് പുറത്ത് നമ്മൾ ഒരുപാട് പേര് നിൽക്കുകയാണ്. നമ്മുടെ കിണറ്റിനകത്ത് നിൽക്കുന്ന കുട്ടികളെ നമുക്ക് പിടിച്ചു കയറ്റാനായിട്ട്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ മുന്നമേ ഇതൊന്ന് രൂപീകരിച്ചിരുന്നെങ്കിൽ അന്ന് ഞങ്ങൾ ഒരുപാട് പേർ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഞങ്ങളുടെ ആഗ്രഹത്തിന്റെ ഫലമായി ഞങ്ങളൊരു വിമുക്തി കൊണ്ടുവന്നു. വിമുക്തി എന്ന് പറയുന്ന ഒരു അവയർനെസ് ക്യാമ്പയിനാണ്. വരരുത് അല്ലെങ്കിൽ അരുത് ഈ വഴിയെ എന്നുള്ള രീതിയിൽ മാത്രം ഒരു പ്രചരണമാണ്. ഇതിന്റെ ദൂഷ്യവശങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷെ എപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലെ ആ ദൂഷ്യവശങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അത് അംഗീകരിക്കില്ല. അംഗീകരിക്കാത്ത കുറച്ച് പേരുണ്ട്. നമ്മളുടെ കുട്ടികളായിരുന്നാലും ശരി, കുറച്ച് കാര്യങ്ങൾ അവർ അംഗീകരിക്കില്ല. അതിനപ്പുറത്ത് ചെന്ന് അവർ ആ കുഴിയിൽ വീണതിന് ശേഷം മാത്രം അവർ തിരിച്ചു വരത്തുള്ളൂ. ഒരു ചെറിയൊരു ഇൻസിഡന്റ് ഞാൻ പറയാം. ഒരു അധ്യാപിക, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്കൂളിലെ ഒരു പ്രഥമ അധ്യാപിക എന്ന് ഞാൻ പറയുകയാണ്. പ്രഥമ അധ്യാപിക എന്ന് ഞാൻ പറഞ്ഞു പോകുന്നത് മാത്രമാണ്. ഒരു സ്കൂളിലെ ഒരു അധ്യാപിക അവരെന്നെ വിളിച്ചിട്ട് പറയുകയാണ്, അവരുടെ മകൻ 19 വയസ്സുള്ള മകൻ ലഹരിക്ക് അടിമയാണ്. ഈ നമ്മുടെ നമ്മുടെ ആന്റി നാർക്കോട്ടിക് ഡേ വന്ന സമയത്ത് അവർ സ്കൂളിൽ അന്ന് ആ അധ്യാപിക ലീവ് എടുത്തു. എന്നോട് വിളിച്ചു പറയുന്ന സാർ, എന്റെ കുട്ടികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാൻ എങ്ങനെയാണ് ആ കുട്ടിക്ക് ഈ കുട്ടികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്? ആ ടീച്ചർ ഒന്നും വന്നില്ല. പക്ഷെ ആ ടീച്ചറും ഒരു മാതാവാണ്. ആ ടീച്ചർ എന്നോട് ആവശ്യപ്പെടുന്ന ഒരു സംഗതി ഇതാണ്, സാർ എന്റെ മകനെ രക്ഷിക്കണം. ഇവന് സാധനം കൊടുക്കുന്ന ആൾക്കാരെ പിടിക്കണം. ഇവരൊരു ഗ്യാങ് ആണ്. ഇവർക്ക് സാധനം കൊടുക്കുന്ന ആൾക്കാരെ എങ്ങനെയെങ്കിലും പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്റെ മകനെ സാർ രക്ഷിക്കണമെന്ന് ഞാൻ പലതരത്തിലുള്ള ശ്രമം നടത്തി. പോലീസ് ഡാൻസ് ഓഫ് ഉപയോഗിച്ചു, എൻഫോഴ്സ്മെന്റ് വിങ്ങുകൾ ഉപയോഗിച്ചു. ഇതിൽ നിന്ന് ഒരു നഗ്ന സത്യം, കുട്ടിയാണ് എന്റെ മെയിൻ ഫാക്ടർ. പക്ഷെ ഒരു മാതാവ് എന്ന രീതിയിൽ ആ ടീച്ചർ അത് അംഗീകരിക്കുന്നില്ല. ടീച്ചർ പറയുന്നത് എന്റെ മകനെ സാർ രക്ഷിക്കണം, ഇവന് ഈ സാധനം കൊടുക്കുന്ന ആൾക്കാരെ പിടിക്കണമെന്നാണ്. പക്ഷെ എവരാണ് ശരിക്കും സാധനം കൊടുക്കുന്നത്? ആ ടീച്ചറോട് പല പ്രാവശ്യം പറഞ്ഞിരുന്നാലും വീണ്ടും ടീച്ചർ ഇങ്ങനെയാണ് പറയുന്നത്. അത് പറയുന്നതിന് കാര്യം ഒരു മാതാവാണ്. നമ്മളായിരുന്നാലും അങ്ങനെയാണ്. നമ്മുടെ കുട്ടി ചെയ്യുന്ന തെറ്റുകൾക്ക് നമ്മളവിടെ തിരുത്താൻ നോക്കണം. അവൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനാണ് കുറ്റം ചെയ്തത് എന്ന ഒരു ബോധം നമുക്ക് തന്നെ ഉണ്ടാകണം. ആ ഒരു രീതി നമ്മുടെ പേരൻസിന്റെ ഉള്ളിൽ അത് വന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ചേഞ്ച് ഉണ്ടാകുകയുള്ളൂ. അപ്പൊ ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം തന്നെയാണ്. നിങ്ങളോടെന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിനോടൊപ്പം തന്നെയാണ്. 24/7 എന്നുള്ള രീതിയിൽ ജോലി ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഞങ്ങൾ. ആ ഇതില് അതിലുപരി ഞങ്ങൾ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും അതൊരു പൊഴിവാക്കാണ്. ശരിക്കും ഞങ്ങൾ രാവും പകലും കഷ്ടപ്പെടുകയാണ്. അത്ര ഈ കഴിഞ്ഞ ദിവസം ഒരു കേസ് എടുത്ത് നിങ്ങൾ TV-ലൊക്കെ കണ്ടു കാണും. ഏത് കേസെന്ന് ഞാൻ അതും സ്പെസിഫൈ ചെയ്യുന്നില്ല. അതിലൊരു ദാരുണ സംഭവമുണ്ട്. അത് എന്റെ നെഞ്ചും ശരിക്കും ഞാൻ പിടഞ്ഞുപോയൊരു സംഭവമാണ്. ആ കേസിന്റെ ഇൻവെസ്റ്റിഗേഷനാണ്. അത് ഏത് കേസെന്ന് ഞാൻ സ്പെസിഫൈ ചെയ്യുന്നില്ല. അതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരു കേസെടുത്തതിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. ഒരു ബൈക്ക് 3 ലക്ഷം രൂപയുടെ ഒരു ബൈക്ക് പിടിച്ചു. ആ ബൈക്ക് എൻ്റെ അച്ഛൻ വാങ്ങിക്കൊടുത്തത്. അച്ഛൻ കൂലിപ്പണിക്കാരനാണ്, മേസ്തിരിയാണ്. എത്ര കഷ്ടപ്പെട്ടായിരിക്കും ആ ബൈക്ക് വാങ്ങിക്കൊടുത്തത്. ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ബൈക്ക് ഓടിച്ചുകൊണ്ട് വന്ന ആ കുട്ടി, അവന്റെ ബാക്കിൽ ഇരിക്കുന്നവൻ മയക്കുമരുന്ന് കൊണ്ടുവന്നു. പക്ഷെ ഈ വാഹന പരിശോധനയിൽ ഈ വണ്ടി പിടിച്ചു, പുറകിലിരിക്കുന്നവൻ്റെ നിന്ന് ഹ്യൂജ് ക്വാണ്ടിറ്റി മയക്കുമരുന്ന് പിടിച്ചു. കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയാണ്. 2 വർഷത്തോളം അവൻ ജയിലിൽ കിടന്നാൽ മാത്രമേ ജാമ്യം കിട്ടുന്നുള്ളൂ. പക്ഷെ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നത് ആ കുട്ടി അവൻ അറിയുന്നില്ല.
അവൻ വഴിക്ക് വെച്ച് ലിഫ്റ്റ് ചോദിച്ചതാണ്. ലിഫ്റ്റ് ചോദിച്ച് ലിഫ്റ്റ് കൊടുത്തു. അവൻ ചെയ്ത ഒരു തെറ്റിത്രേ ഉള്ളൂ. പക്ഷെ ഡിറ്റക്റ്റീവ് ഓഫീസറെ കേസ് കണ്ടുപിടിക്കുന്ന ആ സമയത്ത് ബൈക്കിൽ രണ്ടുപേര് വരുന്നു, മയക്കുമരുന്നുമായിട്ട് വരുന്നു. പിന്നീട് അത് ഇൻവെസ്റ്റിഗേഷനിലും മാത്രം തെളിഞ്ഞു പോകുന്ന ബാക്കി കാര്യങ്ങളാണ്. പക്ഷെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ട്രയൽ ഫേസ് ചെയ്ത് കോടതിക്ക് തോന്നുന്നത് വരെ അവൻ കുറ്റവാളി തന്നെയാണ്. ഇതാണ് നമ്മുടെ സാഹചര്യം. ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏറ്റവും അടുത്ത സുഹൃത്ത് പോലും ചതിക്കുന്ന ഒരു സമയപരിധിയിൽ നമ്മളിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഞങ്ങൾ കുറച്ചുനാൾ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്കുള്ളതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷവാന്മാരാണ്. ഈ കൂട്ടായ്മ ഇതുപോലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തെ തന്നെ രക്ഷിക്കാൻ പറ്റും. കാരണം നമ്മുടെ കുട്ടികളാണ് പിന്നീട് ഉന്നത തലങ്ങളിലേക്ക് വരുന്നത്. അവരെ നമുക്ക് രക്ഷിക്കേണ്ട ആവശ്യകതയുണ്ട്. ഞങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങൾക്ക് ഒരു താങ്ങായി, ഒരു തണലായി നിങ്ങളും ഉണ്ടെന്ന് അറിഞ്ഞതിൽ ഏറ്റവും സന്തോഷം. കഴിഞ്ഞ മാസം ഞാൻ ഇതുപോലൊരു ക്യാമ്പയിനിൽ പങ്കെടുത്തു. ഇതുപോലൊരു കമ്മിറ്റി രൂപീകരിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനാണ്, തിരുവനന്തപുരം ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് വൈസിൻ്റെയാണ്. എൻ്റെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിന്റെ നെയ്യാറ്റിൻകരയിൽ വെച്ചായിരുന്നു നെയ്യാറ്റിൻകര ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനാണ്. അപ്പൊ ഇതുപോലെ വിപുലമായ സ്പോർട്സ് കൗൺസിൽ പോലെ വിപുലമായ ഒരു പരിപാടി തന്നെയാണ് അവരും ചെയ്യുന്നത്. ഇതുപോലെ വലിയ വലിയ പരിപാടികൾ കോർഡിനേഷനോടുകൂടി അവരോട് ചേർന്ന് ഇതുപോലുള്ള കോർഡിനേഷൻ കൂടി ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ ഫലവത്താക്കി മാറ്റാൻ പറ്റും എന്ന് മാത്രം പറയുന്നു. ഇതിന് എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ